1952 ഇപ്പോൾ കർണാടകയിലെ കോയമ്പത്തൂർ ജില്ലയിലെ മദ്രാസ് സംസ്ഥാനം കൊല്ലേഗലയിലെ ഗോപിനാഥത്ത് ഒരു തമിഴ് കുടുംബത്തിലാണ് വീരപ്പൻ ജനിച്ചത്. 1990 മുത്തുലക്ഷ്മിയെ വിവാഹം കഴിച്ചു. കുപ്രസിദ്ധിയും മീശയും കാരണം അദ്ദേഹത്തെ വിവാഹം കഴിച്ചതായി റിപ്പോർട്ടുണ്ട്. പെൺമക്കളായ വിദ്യ, റാണിയും പ്രഭയും തമിഴ്നാട്ടിൽ പഠിക്കുകയായിരുന്നു. കുപ്രസിദ്ധ വേട്ടക്കാരനും ചന്ദനക്കടത്തുകാരനുമായ അമ്മാവൻ സാൽവായ് ഗൗണ്ടറെ സഹായിച്ചുകൊണ്ടാണ് വീരപ്പൻ തന്റെ ക്രിമിനൽ ജീവിതം ആരംഭിച്ചത്. ചന്ദനമരവും ആനക്കൊമ്പും കടത്തുന്നയാളായാണ് വീരപ്പൻ ആദ്യം പ്രവർത്തിച്ചിരുന്നത്. ആനകളെ കൊമ്പുകൾക്കായി കൊല്ലുകയായിരുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിൽ വീരപ്പനും മറ്റു വേട്ടക്കാരും ചേർന്ന് 2000 മുതൽ 3000 വരെ ആനകളെ കൊന്നു. അവയിൽ ഏകദേശം 500 ആനകൾക്ക് വീരപ്പനും സംഘവും ഉത്തരവാദികളായിരുന്നു. 1972 അദ്ദേഹം ആദ്യമായി അറസ്റ്റിലായത്. തന്റെ ആദ്യ കൊലപാതകത്തിനു ശേഷം 17 വയസ്സിൽ തന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുക്കുന്നവരെ കൊല്ലാൻ തുടങ്ങി. അവന്റെ ഇരകൾ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാണ്. 1987 തമിഴ്നാട്ടിൽ നിന്നുള്ള സത്യമംഗലം താലൂക്ക് ഫോറസ്റ്റ് ഓഫീസർ ചിദംബരത്തെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഇത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. 1991 നവംബറിൽ മുതിർന്ന IFS ഉദ്യോഗസ്ഥനായ പാണ്ടിലപ്പള്ളി ശ്രീനിവാസിനെ കൊലപ്പെടുത്തി അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു. അടുത്തതായി 1992 ഓഗസ്റ്റിൽ ഒരു മുതിർന്ന IPS ഓഫീസർ ഹരികൃഷ്ണ ഉൾപ്പെട്ട ഒരു പോലീസ് പാർട്ടിയുടെ പതിയിരുന്ന് ആക്രമണം നടന്നു. വീരപ്പൻ സാധാരണക്കാരെ കൊല്ലുന്നതിൽ വിമുഖത ഉണ്ടായിരുന്നില്ല. പോലീസ് ജീപ്പിൽ യാത്ര ചെയ്തതിന് സ്വന്തം ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളെ കൊലപ്പെടുത്തി. പോലീസ് വിവരദായകനെന്ന് സംശയിക്കുന്ന ആരെയും ഇയാൾ സ്ഥിരമായി കൊലപ്പെടുത്തി. രാഷ്ട്രീയ അസ്ഥിരത കാരണം വീരപ്പൻ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു. സംസ്ഥാന അധികാരപരിധിയിലെ പ്രശ്നങ്ങൾ വീരപ്പനെ പിടികൂടാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. മേട്ടൂരിലെ ഗോവിന്ദപ്പടിയിൽ പോലീസ് ഇൻഫോർമർ എന്ന് സംശയിച്ച ഭണ്ഡാരിയെ വീരപ്പൻ കൊലപ്പെടുത്തി. ഇതേ തുടർന്നാണ് 41 അംഗ പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അന്വേഷണത്തിന് നിയോഗിച്ചത്. 1993 ഏപ്രിൽ 9 സംഘം സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങൾക്ക് താഴെ കുഴിബോംബുകൾ പൊട്ടിത്തെറിച്ചു. മലൈ മഹാദേശ്വര ഹിൽസിൻ, ഇന്നത്തെ ചാമരാജനഗർ ജില്ല, കർണാടക സമീപമുള്ള പാലാർ എന്ന സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത്. സംഘത്തിലെ 22 പേർ കൊല്ലപ്പെട്ടു. പാലാർ സ്ഫോടനം എന്നറിയപ്പെടുന്ന ഇത് വീരപ്പന്റെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു. 2002 ആഗസ്റ്റ് 25 ചാമരാജനഗർ ജില്ലയിലെ കാമഗേരിയിലെ ഗ്രാമത്തിൽ നിന്ന് കർണാടക മുൻ മന്ത്രി H. നാഗപ്പയെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. 1996 മുതൽ 1999 വരെ കാർഷിക വിപണന മന്ത്രിയായിരുന്നു നാഗപ്പ്. കർണാടകയുടെയും തമിഴ്നാടിന്റെയും സംയുക്ത പ്രത്യേക ദൗത്യസേന നാഗപ്പയെ മോചിപ്പിക്കാൻ കേരള പോലീസുമായി ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ഏറ്റുമുട്ടൽ പരാജയപ്പെട്ടു. 3 മാസത്തിനു ശേഷം നാഗപ്പയെ കർണാടക വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് കർണാടക സർക്കാർ വാഗ്ദാനം ചെയ്ത പാരിതോഷികം 15 കോടി രൂപയായി ഉയർത്തി. 1990കളിൽ വർഷങ്ങളോളം വീരപ്പൻ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് വ്യക്തികളെയും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. മോചനദ്രവ്യം പലപ്പോഴും അനൌദ്യോഗികമായി നൽകിയിരുന്നതായി കരുതുന്നു. 1997 ജൂലൈയിൽ ചാമരാജനഗർ ജില്ലയിലെ ബുരുടെ വനമേഖലയിൽ 9 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയെങ്കിൽ തന്റെ മോചനദ്രവ്യ ആവശ്യം നിറവേറ്റിയില്ലെങ്കിലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബന്ദികളെ പരിക്കേൽക്കാതെ വിട്ടേച്ചു. കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വീരപ്പൻ വൻതോതിൽ പണം കുഴിച്ചിട്ടതായും വിശ്വസിക്കപ്പെടുന്നു. 2002 ഇയാളുടെ സംഘാംഗങ്ങളിൽ നിന്ന് 3.3 ദശലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു. നിരോധിത സംഘടനകളായ തമിഴ് നാഷണൽ റിട്രീവൽ ട്രൂപ്സും തമിഴ്നാട് ലിബറേഷൻ ആർമിയും വീരപ്പനെ റോബിൻ ഹുഡ് പ്രതിച്ഛായ ഉറപ്പാക്കാനും പ്രമുഖരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ചർച്ചകളുടെ കരുത്ത് തയ്യാറാക്കാനും വീരപ്പനെ സഹായിച്ചു. മുമ്പ് പെരിയാർ ദ്രാവിഡർ കഴകം പാർട്ടിയായിരുന്ന ദ്രാവിഡർ വിടുതലൈ കഴകത്തിന്റെ പ്രസിഡന്റായിരുന്ന കൊളത്തൂർ മണി വീരപ്പന്റെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായി അറസ്റ്റിലായി വിചാരണയ്ക്ക് വിധേയനായി. എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2004 ഒക്ടോബർ 18 വീരപ്പനെയും അദ്ദേഹത്തിന്റെ 3 കൂട്ടാളികളെയും തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും K. വിജയ്കുമാറിന്റെ നേതൃത്വത്തിൽ NK സെന്താമരൈ കണ്ണനും ചേർന്ന് വധിച്ചു. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ പപ്പരപ്പട്ടി ഗ്രാമത്തിന് സമീപമാണ് ഏറ്റുമുട്ടൽ നടന്നത്. വീരപ്പനെയും കൂട്ടരെയും ചികിത്സയ്ക്കായി ധർമ്മപുരിയിലേക്ക് കൊണ്ടുപോകാനെന്ന വ്യാജേന ഒരു രഹസ്യ പോലീസുകാരൻ ആംബുലൻസിൽ കയറ്റി. മാസങ്ങളായി ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച തമിഴ്നാട് പ്രത്യേക ദൗത്യസേന ആംബുലൻസ് വളയുകയും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുണ്ടാസംഘം കൊല്ലപ്പെടുകയും ചെയ്തു. മുഴുവൻ പ്രവർത്തനത്തിനും ഓപ്പറേഷൻ കൊക്കൂൺ എന്ന് പേരിട്ടു. വീരപ്പന്റെ കൂട്ടാളികളായ സേതുകുളി ഗോവിന്ദൻ, ചന്ദ്രഗൌഡർ, സേതുമണി എന്നിവരും ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തെ ഒരു രാക്ഷസന്റെ മരണം എന്ന് വിശേഷിപ്പിച്ചു. വാർത്തയറിഞ്ഞ് ഗോപിനാഥം ഗ്രാമവാസികൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു.
സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ ലിബർട്ടീസിന്റെ ബാനറിന് കീഴിൽ അണിനിരന്ന നിരവധി മനുഷ്യാവകാശ പ്രവർത്തകർ വീരപ്പനെ പോലീസ് മർദ്ദനത്തിനു ശേഷം കൊലപ്പെടുത്തിയെന്നാണ് സാഹചര്യ തെളിവുകൾ സൂചിപ്പിക്കുന്നതെന്ന് അവകാശപ്പെട്ടു. വീരപ്പനെ തമിഴ്നാട്ടിലെ മേട്ടൂരിനടുത്ത് മൂലക്കാട്ടിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അതിനോട് കൂടുതൽ അടുപ്പം തോന്നിയതിനാലും ഗോപിനാഥത്തുള്ള മിക്ക ബന്ധുക്കളും നാടുവിട്ടുപോയതിനാലും ശവസംസ്കാരം നടത്താൻ പോലീസ് പദ്ധതിയിട്ടിരുന്നെങ്കിലും വീരപ്പന്റെ ബന്ധുക്കളുടെ എതിർപ്പിനെ തുടർന്ന് സംസ്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു.